പുറം പൊന്നാനിയിൽ കെട്ടിടം പൊളിക്കുന്നതിനിടെയാണ് ഒരു കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണത്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന ആശങ്കയുണ്ട്. അത്തരമൊരു വിവരം വരുന്നുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. സമീർ, എത്ര സമയമായി ഈ ഒരു തൊഴിലാളി അതിനിടയിൽ പെട്ടിട്ട് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? വിജയകുമാർ, അരമണിക്കൂറോളം സമയമായി ഈ ഇതര സംസ്ഥാന തൊഴിലാളി ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പൊന്നാനി താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് ഈ പഴയ കെട്ടിടം പൊളിക്കുന്ന പുരോഗമിക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ഒരു കോൺക്രീറ്റ് ബീം തകർന്നുകൊണ്ട് ഈ തൊഴിലാളിയുടെ ദേഹത്തേക്ക് വീഴുന്ന ഒരു ഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ് മറ്റു തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെയും മറ്റുള്ളവരെയും വിവരം അറിയിക്കുകയായിരുന്നു. കൊൽക്കത്ത സ്വദേശി റഹ്മത്ത് എന്ന് പറയുന്ന തൊഴിലാളിയാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. പൊന്നാനിൽ നിന്നുള്ള ഫയർഫോഴ്സ് മറ്റുള്ളവരും എത്തി ഈ കോൺക്രീറ്റ് പാളികൾ നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീടിന്റെ ഭിത്തിയും എല്ലാം തകർന്നു വീണ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് JCB മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ തൊഴിലാളിയെ പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളിയുടെ കൈ മാത്രമാണ് നിലവിൽ പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. വിജയകുമാർ. സമീർ, മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ, അതോ ഈ ഒരു തൊഴിലാളി മാത്രമേ അവിടെ ഉണ്ടായിരുന്നല്ലോ? കൂടുതൽ ആളുകൾ അതിൽ അകപ്പെട്ടു എന്ന അത്തരത്തിൽ ആശങ്ക ഇല്ലല്ലോ അല്ലേ? വിജയകുമാർ, കൂടുതൽ തൊഴിലാളികൾ ഇവിടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു തൊഴിലാളിയുടെ ദേഹത്തേക്ക് മാത്രമാണ് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ വീണതും അതിനിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് മറ്റു തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കൂടുതൽ ആളുകൾ അകപ്പെട്ടു എന്നുള്ള ഒരു ആശങ്കയില്ല. പകരം ഈ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളിയെ ജീവനോടെ തന്നെ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ പൊന്നാനി ഫയർ യൂണിറ്റ് എത്തി ഈ JCBയും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ട് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ നീക്കിയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറെ അരമണിക്കൂറോളമായി ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഈ തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ നിർമ്മാണ ജോലി ചെയ്യുന്ന കൊൽക്കത്ത സ്വദേശി റഹ്മത്ത് എന്ന് പറയുന്ന തൊഴിലാളിയാണ് ഇതിനകത്ത് അകപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ തൊഴിലാളിയുടെ കൈഭാഗം മാത്രമാണ് പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. താലൂക്ക് ആശുപത്രിക്ക് സമീപം പഴയ ഒരു കെട്ടിടം പൊളിക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. യെസ്, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ അരമണിക്കൂറായി ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൈ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് കാണാൻ കഴിയുന്നത്. ആ സ്ഥലം എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തി, പക്ഷേ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് അവിടെ തുടരുന്നത്.